ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഇൻവെസ്റ്റ് ചെയ്താൽ അത്യാവശ്യം നമുക്കൊരു 10x എങ്കിലും ബുൾ മാർക്കറ്റിൽ അടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്ന ഒരു കോയിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോണത്. സ്യൂസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്ന വീഡിയോ ആണ്. അത് ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. കോയിൻ്റെ പേരാണ് സ്യൂസ് നെറ്റ്വർക്ക്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ സ്യൂസ് നെറ്റ്വർക്കിൻ്റെ മെയിനായിട്ട് ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ യൂട്ടിലിറ്റി തന്നെയാണ്. ഒരു കോയിന് വാല്യൂ വരാനുള്ള മെയിൻ റീസണിൽ ഒന്ന് അതിൻ്റെ മെയിനായിട്ടുള്ള യൂട്ടിലിറ്റിയും ഭാവിയിൽ വരാൻ പോണ യൂട്ടിലിറ്റിയും അതിൻ്റെ വോളിയം അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി റിവീലായിട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ വോളിയം നല്ല രീതിക്ക് ഇൻക്രീസ് ആവാനും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആയിട്ട് പ്രൈസ് കൂടാനുള്ളൊരു ഒരു സാധ്യത. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 75 മില്യണാണ് ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ്. 100 മില്യൺ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇച്ചിരി കൂടി ഡൗൺ ആയിരിക്കുകയാണ്. ഈ ബിറ്റ് കോയിൻ ഡൗൺ ആയതാണ്. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ ലോങ് ടേമിലായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് സെല്ലാക്കി ഉണ്ടാവും. അങ്ങനെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ആദ്യം ഞാൻ ഇവരുടെ വെബ്സൈറ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചസിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാർക്കറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ എക്സ്ചേഞ്ചിൽ നിന്ന് കാണാൻ പറ്റും. ഒട്ടുമിക്ക മേജർ എക്സ്ചേഞ്ചുകളിലും ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ OKEXലുണ്ട്, പിന്നെ KuCoinലുണ്ട്, Gate.ioയിലുണ്ട്, HTXലുണ്ട്, MEXലുണ്ട്, BingXലുണ്ട്, XT.comലുണ്ട്, Bitmartലുണ്ട്, ഹോട്ട്കോയിനിലുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് USDT വെച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജുപ്പിറ്റർ എന്ന് വെച്ചാൽ സൊലാന ബേസ്ഡ് ടോക്കണാണിത്. അപ്പോൾ ജുപ്പിറ്ററിൽ നിങ്ങൾക്ക് സൊലാന വെച്ചിട്ട് സ്വാപ്പ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡെക്സിൽ ഇവിടെ ഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജുപ്പിറ്ററിലുണ്ട്, ഓർക്കയിലുണ്ട്, പിന്നെ മെറ്റിയോറ എന്ന് പറഞ്ഞൊരു ഡെക്സിലുണ്ട്. ഓർക്കയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതിന് പക്ഷേ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വേണം. ഇപ്പോൾ CX ആണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണെങ്കിൽ അത് നോക്കണമെങ്കിൽ അതാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. OKEX, KuCoin, Gate.io, HTXലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ട്വിറ്റർ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ട്വിറ്റർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂട്ടിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിനെ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി നമുക്ക് ബിറ്റ് കോയിൻ പെയർ ചെയ്യാൻ പറ്റുന്നത് USDTയും പിന്നെ നമ്മുടെ എതീറിയം ആയിട്ടാണ്. അതായത് ബിറ്റ് കോയിൻ ഇപ്പോൾ നമുക്ക് മെയിൻ എക്സ്ചേഞ്ചുകളിലൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ USDT വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എതീറിയം വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമാണ് പെയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കറൻസീസ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇപ്പം കറൻ്റ്ലി നമുക്ക് സൊലാന വെച്ചിട്ട് ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ സെല്ല് ചെയ്ത് ഡയറക്റ്റ്ലി നമുക്ക് സൊലാന എന്ന് പറഞ്ഞ കോയിൻ ആക്കാനോ നമുക്കിപ്പോൾ കറൻ്റ്ലി പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ഒരു സ്യൂസ് നെറ്റ്വർക്ക് നോക്കണത്. സ്യൂസ് നെറ്റ്വർക്ക് ബ്രാക്കറ്റിൽ മൂസസ് എന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഓൺലി പെർമിഷൻലെസ് കമ്മ്യൂണിക്കേഷൻ ലെയർ ഓൺ സൊലാന ആൻഡ് ബിറ്റ് കോയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് DApp അപ്പോളോ ബൈ സ്യൂസ്. അതിൽ BTC സ്റ്റേക്കിംഗ് ആൻഡ് ഏണിംഗ് ഈൽഡ് ഫ്രം സൊലാന എഫർട്ട്ലെസ്ലി. സൊലാന സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈൽഡ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ അപ്പോളോ ബൈ സ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ZBTC ഓൺബോർഡിംഗ് മില്യൺസ് ഓഫ് നേറ്റീവ് BTC ടു Solana by ZBTC, the permissionless or cross-chain liquid staking for Bitcoin to Solana built on Zeus Network HQ. കണ്ടോ? അപ്പോൾ ബിറ്റ് കോയിനെ സൊലാനയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവർ കൊണ്ടുവരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൊലാനയിലോട്ട് നല്ല വോളിയം വരും. സൊലാനയിൽ വോളിയം വന്നിട്ട് സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബിറ്റ് കോയിനായിട്ട് പെയർ ചെയ്താണ് എതീറിയത്തിൻ്റെ
വോളിയം മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാർക്കറ്റ് ക്യാപ്പ് മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഏൺ ചെയ്യേണ്ടതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബിറ്റ്കോയിനായിട്ട് പെയറിംഗ് ഉണ്ട്, ബിറ്റ്കോയിനായിട്ടുള്ള ട്രേഡിംഗ് നടക്കണതുകൊണ്ടായിരിക്കാം. ഇനി നമ്മൾ സൊലാനയിൽ അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സൊലാനയുടെ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്യൂസ് നെറ്റ്വർക്കിൻ്റെ സ്യൂസ് എന്ന് പറഞ്ഞ കോയിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇൻക്രീസ് ആവാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഈ ലിങ്ക് ട്രീയിൽ, ഈ ട്വിറ്ററിൽ ലിങ്ക് ട്രീയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്കോയിൻ ടു സൊലാന മെയ്ഡ് സീംലെസ് ക്രോസ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ ലെയർ ബിൽറ്റ് ഓൺ SVM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ സ്യൂസ് നെറ്റ്വർക്ക് വർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ആൻഡ് സൊലാന ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ സൂസ് നോട്ട്സ് ആൻഡ് ദെൻ സബ്മിറ്റഡ് ടു സൂസ് പ്രോഗ്രാം സ്റ്റേറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഈ താഴത്തേട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സെക്യൂർ ദ ക്രോസ് ചെയിൻ, അപ്പോൾ ഫ്രോഡ് പ്രൂഫാണ്, സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ സെക്യൂർ ചെയ്യണത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പറ്റും, ബാക്കേഴ്സിനെ കാണാൻ പറ്റും. OKX ഒക്കെ ബാക്കേഴ്സാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കേലബിലിറ്റി ഉണ്ട്, സ്പീഡ്, ഇൻസ്റ്റൻറ്റ് ട്രാൻസാക്ഷൻസ് ആണ് അപ് ടു 60,000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സപ്പോർട്ടാണ്. 60,000 ട്രാൻസാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അൺലിമിറ്റഡ് ലിക്വിഡിറ്റി ഓൾവേസ് അറ്റ് യുവർ ഫിംഗർ ട്രിപ്സ് ആണ്. പിന്നെ സെക്യൂരിറ്റി, ബിറ്റ്കോയിൻസ് ട്രേഡ് റെക്കോർഡ് ഓഫ് റോബസ്റ്റ് സെക്യൂരിറ്റി ഡേറ്റ്സ് ഓവർ എ ഡെക്കേഡ്. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇവരുടെ എക്കോസിസ്റ്റത്തിൽ വരാൻ പോണ മെയിൻ സാധനങ്ങളാണ് ഈ എഴുതി വെച്ചാണ്. ആൻഡ് എവർ ഗ്രോയിങ് എക്കോസിസ്റ്റം. അതിൽ ആദ്യം വരാൻ പോണത് അപ്പോളോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോളോ ഇസ് ദ ഫസ്റ്റ് DeFi പ്രോഡക്ട്സ് ബിൽഡ് ഓൺ സ്യൂസ് നെറ്റ്വർക്ക് ബിൽഡ് ടു സീംലെസ്ലി ട്രാൻസ്ഫർ BTC ലിക്വിഡിറ്റി ടു സൊലാന വിത്ത് ZBTC. കണ്ടോ, BTCനെ ZBTC ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൊലാന ബ്ലോക്ക് ചെയിനിൽ, അതായത് ബിറ്റ്കോയിനെ സൊലാന ബ്ലോക്ക് ചെയിനിൽ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ZBTC ആവും. അതായത് ZBTC എന്ന് വെച്ചാൽ അത് ബിറ്റ്കോയിൻ തന്നെയാണ്, പക്ഷേ അത് സൊലാന ബ്ലോക്ക് ചെയിനിലുള്ള ബിറ്റ്കോയിനാണ്. ഇപ്പോൾ ഏരിയത്തിൽ നമുക്ക് ബിറ്റ്കോയിൻ നമുക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമല്ലോ, അതുപോലെ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സൊലാന ZBTC ആക്കി കഴിയുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കും. പിന്നെ നമുക്ക് ഫീസും കുറവായിരിക്കും. അങ്ങനെയുള്ള 2 ബെനിഫിറ്റ് മെയിനായിട്ടും ഉണ്ട്. അപ്പോൾ ഈ BTCയിൽ ഉള്ള ആ ഒരു വോളിയം, BTCയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതിൻ്റെ ഒരു വോളിയത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്തായാലും അപ്പോൾ സൊലാനയിലോട്ട് പോകും. അങ്ങനെ സൊലാനയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് മൾട്ടി ചെയിൻ വാലറ്റും ഉണ്ട്, ക്രോസ് ചെയിൻ NFT ടൂൾസും ഉണ്ട്. പിന്നെ നേറ്റീവ് ബിറ്റ്കോയിൻ കൊളാട്രൽ സ്റ്റേബിൾ കോയിൻ ഓൺ സൊലാന അതുകൂടി ഉണ്ട്. അപ്പോൾ സൊലാനയിൽ നേറ്റീവ് ബിറ്റ്കോയിൻ കൊളാട്രൽ സ്റ്റേബിൾ കോയിനും വരും. സ്റ്റേബിൾ കോയിനും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിങ്ങനെ ഈ ഒരു പാർട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നത് അപ്പോളോ എന്ന് പറഞ്ഞ സംഭവമാണ്. അതിൽ നമ്മൾ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോളോ ഇതിലോട്ട് പോകും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺലീഷ് ലിക്വിഡിറ്റി ടു സൊലാന പവർഡ് ബൈ ZBTC. അപ്പോളോ ഇസ് ദ ഫസ്റ്റ് DeFi പ്രോഡക്റ്റ്. അത് നമ്മൾ നേരത്തെ വായിച്ചാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച സംഭവങ്ങൾ തന്നെയാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് നെറ്റ് മ്യൂസസ് അപ്ഗ്രേഡിന് 28 ദിവസമാണുള്ളത്. 28 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ മ്യൂസസ് അപ്ഗ്രേഡ് വരും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെസ്റ്റ് നെറ്റ്, ഇതൊന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നെറ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് കൊടുത്തത്. ബോറോ ചെയ്യാൻ പറ്റും, പിന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏണിങ്സ് ഏൺ ചെയ്യാൻ പറ്റും. സ്റ്റേക്കിങ് ചെയ്തിട്ട് BTC സ്റ്റേക്ക് ചെയ്തിട്ട് ഏണിങ്സ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ റോഡ് മാപ്പ് ഉണ്ട്. അപ്പോളോയുടെ റോഡ് മാപ്പാണിത്. ഇത് മറ്റേ സ്യൂസ് നെറ്റ്വർക്കിൻ്റെ മാത്രമല്ല, സ്യൂസ് നെറ്റ്വർക്കിൻ്റെ റോഡ് മാപ്പ് നേരത്തെ കണ്ടതാണ്. അത്രയും സംഭവങ്ങളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അപ്പോളോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു DAppൻ്റെ റോഡ് മാപ്പാണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂസസ് അപ്ഗ്രേഡ് Q2ലാണ് വരുന്നത്. അതായത് Q2 എന്ന് വെച്ചാൽ ഒരു മിഡ് സമയമാവും. ഈ 2024 മിഡിൽ പറഞ്ഞാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ BTC വാലറ്റ് ഇൻറ്റഗ്രേഷൻ, ZBTC കസ്റ്റഡിയൻഷിപ്പ്, പിന്നെ TBTC ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ, ഓഡിറ്റിംഗ് പ്രോസസ് ഇനീഷ്യേഷൻ, ന്യൂ ആപ്ലിക്കേഷൻ UI എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മെയിൻ നെറ്റ് Q3ലാണ് വരുള്ളൂ. എന്നുവെച്ചാൽ ഒരു Q3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തതെന്ന് വെച്ചാൽ മെയിൻ നെറ്റിൽ തന്നെ അഥീന അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് Q4ലാണ് വരുള്ളൂ. പിന്നെ ലിസ്റ്റ് കമ്മിങ് സൂണാണ്. ഇനി ഏതൊരു ടോക്കൺ ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് അറിയണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞതിൻ്റെ യൂട്ടിലിറ്റി തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്.
അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ 1 ബില്യൺ ആണ്. എയർ ഡ്രോപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മൾ ടോക്കൺ യൂട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ജസ്റ്റ് ഹിൻ്റൊക്കെ ഇവർ തന്നിട്ടുണ്ട്. ഹിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ZBTC ഉണ്ടല്ലോ, സൊലാനയിലെ ZBTCയുടെ ആ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഫീസ്, ട്രേഡിംഗ് ഫീസ്, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഈ ഷൂസ് എന്ന് പറഞ്ഞൊരു ടോക്കൺ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ആയിട്ടില്ല. അതും ഒരു റീസണാണ് ഇതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകാത്തതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് ചിലപ്പോൾ ഇൻക്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ആദ്യം കാണിച്ച ആ എക്സ്ചേഞ്ചസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൻറ്റം പോലത്തെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാൻറ്റം പോലത്തെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ചിട്ട് ഓർക്ക പോലത്തെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനെന്ന് വെച്ചാൽ ഫാൻറ്റം ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾ സൊലാന ബൈനാൻസിൽ നിന്ന് എങ്ങാനും ബൈ ചെയ്തിട്ട് ഇതിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. പിന്നെ ഇവിടെ ഓർക്കയാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഓർക്ക സെലക്ട് ചെയ്യാം. ഓർക്ക സെലക്ട് ചെയ്തിട്ട് orca.s ഓർക്കാന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫാൻറ്റത്തിൽ കിട്ടും. അപ്പോൾ ഓർക്കയിലാണെങ്കിൽ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് കണക്റ്റ് വാലറ്റ് കൊടുത്തിട്ട് കണക്റ്റ് കൊടുത്തിട്ട് ബൈ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ബൈയിൽ നമ്മൾ ഷൂസ് സെലക്ട് ചെയ്യുക. എന്താണ് ബൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷൂസാണ്. അത് ഷൂസ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ വിത്ത് സോളാണ്, സോൾ വെച്ചിട്ടാണ് ബൈ ചെയ്യണം. അപ്പോൾ എത്ര സോൾ വെച്ചിട്ടാണ് ബൈ ചെയ്യണമെന്ന് വെച്ചാൽ 0.1 ആണെങ്കിൽ 0.1 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബൈ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സോളൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചു തന്നാണ്. എന്നിട്ട് നിങ്ങൾ ബൈ അടിച്ചിട്ട് അപ്രൂവ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബൈ ആവും. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചസിൽ പോയിട്ട് ബൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.